ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് മത്ര കോർണിഷാണ്. മത്ര കോർണിഷിൻ്റെ വീഡിയോയിൽ പറഞ്ഞ മത്ര സൂക്കാണ്. സൂക്ക് എന്നത് മാർക്കറ്റ് എന്നർത്ഥം വരുന്ന ഒരു അറബി വാക്കാണ്. ഈ പറഞ്ഞ കോർണിഷിൻ്റെ വീഡിയോ ചാനലിൽ തന്നെ ഉണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുമ്പ് പറഞ്ഞ ആ കോർണിഷിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും നേരെ ഇരുട്ടി. പക്ഷേ ഇരുട്ടായപ്പോഴാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ഭംഗി ഇതിനകമൊക്കെ കാണാൻ. മത്രയുടെ ആ കോർണിഷിൻ്റെ വീഡിയോ ഞാൻ എടുത്തപ്പോൾ ആ ഒരു സമയം ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ അത്ര ഭംഗിയായിട്ട് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം കറക്റ്റ് പെട്ടുള്ള സമയത്ത് ആ വീഡിയോ എടുത്തെങ്കിൽ മാത്രമേ ആ മത്ര കോർണിഷിൻ്റെ ആ ഒരു ഭംഗി അതേപോലെ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ. ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴും എനിക്ക് 438 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അത്ര ചെറിയൊരു ചാനലാണ്. ഒരു തുടക്കക്കാരനെന്ന നിലയിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്ത് കറക്ഷൻസാണ് വരുത്തേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ദയവായി അത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ എന്നെ കൊണ്ട് മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഇനിയും ശ്രമിക്കും. വളരെ ക്വാളിറ്റിയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഞാൻ ഒമാനിലാണുള്ളത്. ഒമാനിലെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടി പവർ നൽകും. ആ പവറിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. നിങ്ങളപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഇനി ഈ വീഡിയോയിൽ പറയുന്ന മത്ര സൂക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം. മത്ര സൂക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ദുബായ് സൂക്ക്, ദുബായ് ഗോൾഡ് സൂക്ക് എന്ന് പറയും. അവിടെ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാര്യം അങ്ങോട്ട് തിരിഞ്ഞാൽ സ്വർണം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ സ്വർണം, എവിടെ നോക്കിയാലും സ്വർണം. അതും നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെ ചെറിയ മാലയും നെക്ലസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. കിലോ കണക്കിന് സ്വർണത്തിൻ്റെ തുണി എന്ന് പറയാൻ പറ്റില്ല, സ്വർണത്തിൻ്റെ ഡ്രസ്സ് എന്ന് തന്നെ പറയാം. സ്വർണം വെച്ചുണ്ടാക്കിയ ഡ്രസ്സ് വരെ ഉണ്ട് അവിടെ. കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണു തള്ളും. ഞാൻ ഒരു തവണ പോയതാണ്. നിങ്ങളാരും പോയിട്ടില്ല, പോകാൻ ചാൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ടാവും, ഒന്ന് കണ്ടാൽ മതി, മനസ്സിലാവും. അതിനെ വെച്ച് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് മത്ര സൂക്കാണ്. എന്ന് വെച്ചാൽ ഇവിടെ സ്വർണ്ണമല്ല, ഇവിടുത്തെ സാധാരണ ആൾക്കാർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഒരു ചെറിയ മാർക്കറ്റ്, മത്ര സൂക്ക് എന്ന് പറയും. ഇവിടെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടും. മത്ര സൂക്ക് എന്ന് പറയുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിലേക്ക് ദുബായിലെ ഗോൾഡ് സൂക്ക് എന്നിങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ദുബായിലെ ഗോൾഡ് സൂക്കിനെ പറ്റിയിട്ട് ഈ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞത്. ഇത് വളരെ ചെറിയൊരു സ്ഥലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി ഇതിനകത്തൂടെ നടക്കുന്ന ആ വഴികൾ പോലും വളരെ ചെറുതാണ്. നല്ല തിരക്കുണ്ട്, നല്ല ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. എന്നിട്ടും ഇത് എന്തുകൊണ്ട് മെച്ചപ്പെടുത്തുന്നില്ല എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഇനി ഇതിലൊരു ഷോപ്പിനുള്ളിൽ കയറിയിട്ട് ഞാൻ നിങ്ങളെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് ഈ സാധനമൊക്കെ കാണാൻ. ഇതൊക്കെ വാങ്ങി വീട്ടിലൊക്കെ കൊണ്ട് ഷോക്കേസിൽ വെച്ചാൽ അടിപൊളിയായിരിക്കും. നല്ല പക്ക ഫിനിഷിങ്ങിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ മാലയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ഉത്സവപ്പറമ്പിൽ സാധനം തൂക്കിയിട്ടേക്കുന്ന പോലെ തോന്നുന്നുണ്ട്. മാല മാത്രമല്ല, കൗതുകം തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരാം. പഞ്ചലോകത്തിൽ ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാം നല്ല വിലയാണ്. പീരങ്കിയൊക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഒന്നും വില ഞാൻ ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് വിൻറ്റേജ് കാറും കപ്പലും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നേരത്തെ ആ പറഞ്ഞ പഞ്ചലോകത്തിൽ ചെയ്ത കാര്യങ്ങളാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാടുണ്ട്, പല തരത്തിൽ പല വിധത്തിൽ. ഇതൊക്കെ എന്താണ്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് കൂടി അറിയില്ല.
അതുപോലെ തന്നെ ഇവിടെ കണ്ട വേറൊരു സാധനമാണ് ആനക്കൊമ്പാണിത്. ഇത് ഒറിജിനലാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതിലിരിക്കുന്നതിൽ ഏറ്റവും ചെറിയൊരു മോതിരം എടുത്ത് വില ചോദിച്ചപ്പോൾ 8 റിയാലാണ് പറഞ്ഞത്. ഏകദേശം 1800 രൂപ. ഈ കാണുന്നത് ഒമാനികളുടെ ഒരു തരം കത്തിയാണ്. ഇത് ഒട്ടുമിക്ക എല്ലാ വീട്ടിലും ഒരെണ്ണം ഉണ്ടാവും. അതേപോലെ തന്നെ പല ഓഫീസുകളിലും ഓരോന്ന് വെച്ചിട്ടുണ്ടാവും. പണ്ടത്തെ ഒമാനികളുടെ അപ്പൂപ്പന്മാരൊക്കെ യൂസ് ചെയ്തിരുന്നൊരു സാധനമായതുകൊണ്ട് അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി വെക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതൊരു ആൻറ്റീക് ഷോപ്പാണെന്ന് തോന്നുന്നു. എല്ലാം പഴയ സാധനങ്ങളാണ് ഇവിടെ ഞാൻ കണ്ടത്. എന്തായാലും ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ ഷോപ്പിനകത്ത് കയറി അതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു. എന്തായാലും നിങ്ങളാരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഷോപ്പിൽ കയറി അതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവുക. ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒമാനിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. എൻ്റെ യൂട്യൂബ് ചാനലെന്ന് പറയുന്നത് ഒരു വണ്ടി പോലെയാണ്. അതിൻ്റെ ഫ്യൂലെന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടി നന്നായിട്ട് ഓടൂ. സോ പ്ലീസ് സപ്പോർട്ട്. ഇതിനേക്കാൾ മികച്ച മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും.